ചിരട്ടകൾ കൊണ്ട് അത്ഭുതം തീർക്കുകയാണ് സന്തോഷ് കെ പി. കുന്നോളം ആഗ്രഹിച്ച് മലയോളം തന്നു പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇത് സത്യമുള്ള കാര്യമാണ്. ഈ മണ്ഡലകാലമായപ്പോഴത്തേന് അയ്യപ്പനെ ഒരെണ്ണം പണിത് അത് എല്ലാവരും അങ്ങ് ഏറ്റെടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ആ ഗുരുദേവൻ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് ശിവഗിരി ഇരിക്കുന്നത് ഇതുപോലത്തെയാണ്, ആ ഫോട്ടോ കണ്ടാണ് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കും. ചൂണ്ടനൂല് കെട്ടിയാൽ മതി, കെട്ടുകമ്പി വലിച്ചു കേട്ടാൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കിയതാണ്. പക്ഷേ കളിയാക്കിയവർക്കുള്ള ഒരു മറുപടിയാണ് ഇത് ആ സൗണ്ട് കേട്ടപ്പം എനിക്കുണ്ടായത്. കലാകാരന്മാരെ കളിയാക്കരുത്, നല്ലതാണ് നല്ലതെന്ന് പറയുക, ഇല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക. നമസ്കാരം. ചിരട്ടകൾ കൊണ്ട് അത്ഭുതം തീർക്കുകയാണ് കോട്ടയം കൈപ്പുഴ സ്വദേശിയായ സന്തോഷ് കെ പി. ഇദ്ദേഹത്തിൻ്റെ കരവിരുതിൽ വിരിയുന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വളരെയധികം ശ്രദ്ധ നേടുകയാണ്. എന്നാൽ ഇദ്ദേഹം ഒരു കലാകാരനല്ല, തികച്ചും യാദൃശ്ചികമായാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് വന്നത്. ഇപ്പോൾ വിഗ്രഹങ്ങളും വയലിനും നിലവിളക്കുമൊക്കെയായി അദ്ദേഹം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ കലാസൃഷ്ടികൾ നമുക്ക് കാണാം. അദ്ദേഹം ഇത് പിന്നിലേക്ക് വന്നത് വലിയൊരു കഥയാണ്, അതുകൂടി സന്തോഷ് ചേട്ടൻ നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് ചേട്ടൻ ഉണ്ടാക്കിയ വയലിൻ. അതെ, ഇതാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കുന്നേക്കാളും കൂടുതൽ നമ്മൾ ഇത് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. എനിക്കൊരു അളവ് കിട്ടി, ഞാൻ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല. അങ്ങനെ ഒരാളുടെ നിന്ന് ഒറിജിനൽ സാധനത്തിൻ്റെ അളവ് മേടിച്ച് നമ്മൾ വരച്ചെടുത്ത് അങ്ങനെ ഇത് ഉണ്ടാക്കാനായിട്ട് 1 മാസം എടുത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ പുറകിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു. ഇത് എങ്ങനെയായി എടുക്കും, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 7 പീസാണ്. ഇത് കാണുമ്പോഴത്തേന് ചിരട്ടയുടെ 7 പീസായിട്ട് ഇതൊരു പീസ്, ഇവിടുത്തെ ഇതൊരു പീസ്, ഈ റൗണ്ട് ഒരു പീസ്, ഇങ്ങനെ ഒരു പീസ്, ഇതെല്ലാം കൂടെ ആക്കിയിട്ടാണ് ഒന്നിച്ചാക്കുന്നത്. ഞാൻ ഈ കമ്പി ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് കടയിൽ ചെന്ന് ചോദിച്ചു, ഇത് ഫോട്ടോ കാണിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് അവർക്കിത് സെറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇത് ചിരട്ട കാരണമാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞല്ല, വേറെ ആളെ വിളിച്ചാൽ ചെയ്യുന്നത്, അപ്പോൾ ഈ ഒരെണ്ണത്തിനായിട്ടാകുമ്പം അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ സാധനം തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ സാധനം തന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇതൊക്കെ വേണോ, ഫിംഗർ ബോർഡ് വേണമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചിരട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, ബാക്കിയെല്ലാം തന്നു. ഞാൻ അവരോട് പറഞ്ഞു കണ്ണുപൊട്ടൻ്റെ മാവേട്ടാറാണ്, എനിക്കിത് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഇത് സെറ്റ് ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ഈ പാക്കറ്റ് 4 കമ്പിയാണ്. 4 കമ്പിയും 4 പേര് ADG എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കി. അപ്പം ഇവിടെ നിന്നാണ് വായിക്കുന്നത്. അപ്പോൾ വലുത് കമ്പി ഇവിടെ ആയിരിക്കും എന്നുള്ള രീതി കമ്പി ഇങ്ങനെ സെറ്റ് ചെയ്ത്. പക്ഷേ വേറൊരു പയ്യനോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇത് ഇങ്ങനെയല്ല, ഇതെല്ലാം കമ്പി തിരിഞ്ഞു പോയെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തെടുത്താണ്. ഞാനിത് കൈകൊണ്ട് തൊട്ടിട്ടില്ല. എങ്ങനെയും അത്ഭുതം തന്നെയാണ് ഈ ചിരട്ടകൾ കൊണ്ട് ചേട്ടനത് ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ കഴിവല്ല, അത് ഞാൻ എല്ലാവരോടും പറയും, ദൈവത്തിൻ്റെ ഒരു കഴിവ്, നമ്മളൊരു നിമിത്തം മാത്രമേ ഉള്ളൂ. അല്ല, ഞാനിത് ചെറിയൊരു സൗണ്ട് കേൾക്കും എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുന്നോളം ആഗ്രഹിച്ച് മലയോളം തന്നു പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇത് സത്യമുള്ള കാര്യമാണ്. വേറെ എന്തൊക്കെയാണ് ചേട്ടൻ ഉണ്ടാക്കി? ഞാൻ വന്നപ്പോൾ വിളക്ക് കണ്ടിട്ടുണ്ട്, അതെങ്ങനെ വലിയ ഒരു വിളക്കായിരുന്നു. അതൊരു 3 മാസം എടുത്ത് 6 അടി പുകയായിരുന്നു. അതാണ് അഴിച്ച് ഊരിയെടുക്കാവുന്ന. പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ ഓരോ വിഗ്രഹത്തിലേക്ക് കെട്ടിടപ്പണിയായിരുന്നു. ഞാൻ സിമെൻറ്റേ പോലും ഒരെണ്ണം പോലും ചെയ്തിട്ടില്ല. എങ്ങനെയൊക്കെയോ വിഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഗണപതി 2 എണ്ണം പണിതു, ഗുരുദേവൻ 2 എണ്ണം ഞാൻ പണിത് കൊടുത്തു, ഇപ്പോൾ അടുത്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രീകൃഷ്ണനെ പണിതു. പിന്നെ പുതിയതായിട്ട് പണിത് ഈ മണ്ഡലകാലമായപ്പോഴത്തേന് അയ്യപ്പനെ ഒരെണ്ണം പണിത്, അത് എല്ലാവരും അങ്ങ് ഏറ്റെടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഈ വർക്ക് പഠിച്ചതല്ല, എനിക്ക് കെട്ടിടത്തിൻ്റെ പരിപാടിയായിരുന്നു. പിന്നെ ജോലി പെട്ടെന്ന് പോകാൻ പറ്റാൻ അതൊരു മേലായി വന്നപ്പോഴത്തേന് നട്ടലിന് അകൽച്ചയായിരുന്നു, കിടപ്പായിരുന്നു. അങ്ങനെ കിടപ്പായിരുന്നു തീർത്ത്. ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേക്കണം, ആരും പിടിച്ചു കഴിഞ്ഞാൽ അന്നേരം നടുവിന് വെട്ടലാകും. അങ്ങനെ കിടപ്പിൽ നിന്ന് ഏറ്റുവന്ന് ചുമ്മാ തോന്നിയതാണ്. ഒരു വരുമാന മാർഗവും കൂടെ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചായിരിക്കാം. അന്ന് അങ്ങനെയല്ല, ഒരു നേരം പോക്കായിരുന്നു. പക്ഷേ ഇപ്പം ആൾക്കാർ ഏറ്റെടുത്തു. അതിലെനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഉണ്ടാക്കുന്നത് അത് എല്ലാവരും പറയുന്ന ഒരു പൂർണ്ണതയിലാകുന്നുണ്ട്. ഞാൻ ആ ഗുരുദേവൻ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് ശിവഗിരി ഇരിക്കുന്നത് ഇതുപോലത്തെയാണ്, ആ ഫോട്ടോ കണ്ടാണോ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നത്. നമ്മൾ എങ്ങനെയോ അത് ആയി തരുന്നുണ്ട്. ഒരു വരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്. എന്താണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു കുറേ ആയിട്ട് എനിക്ക് ചിരട്ടപ്പുട്ട്, നമ്മൾ അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്ന ജഗ്,
ചിരട്ടപ്പുട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റങ്ങൾ നമുക്കത് മതി. വലിയ ഇപ്പം ഞാൻ ആ മറ്റേ 3 മാസം കൊണ്ട് 6 അടിയുടെ വിളക്കുണ്ടാക്കി. ഇതൊക്കെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് മേടിക്കാനായിട്ട് പാടാണ്. ഇപ്പം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ, പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത് എത്ര രൂപയാണ് അതിന് രൂപ നമ്മൾ വാങ്ങുന്നത്? അത് ഇവിടെ 500 രൂപ. പോസ്റ്റിലേക്ക് അയച്ചു കൊടുക്കും അങ്ങനെയുള്ള? അത് കുറച്ചാറ് വേറെ മേടിക്കുന്നുള്ളൂ. എങ്ങനെയായാലും ഒരെണ്ണം ഉറപ്പായിട്ടും തീരും. ഈ ചിരട്ട എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? അത് നല്ല കട്ടിയുള്ളതും ഇത് വേണം. ചിരട്ടപ്പൊട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ എടുത്തുകൊണ്ട് വരിക, ഷേപ്പ് നോക്കി തേങ്ങ എടുത്ത് അത് പൊട്ടിച്ച് നോക്കുമ്പോഴത്തേന് ചിലപ്പം അകം റൗണ്ട് അല്ലെങ്കിൽ അത് പോയി. അത് തേങ്ങ കൊത്തി വെക്കുക, ഉണങ്ങുക. ഇപ്പോഴത്തെ വിലയ്ക്ക് നല്ല വിലയാണ്. പക്ഷേ നമുക്കത് നോക്കിയിട്ട് കാര്യമില്ല. ചെയ്യുന്ന വർക്ക് എപ്പോഴും നല്ലതായിരിക്കണം. ഇതുവരെയും കൊടുത്തിട്ട് ആരും ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നും പറഞ്ഞിട്ടില്ല. വേറെ ഓർഡർ തരുന്നുണ്ട്. അത് എനിക്കും ഭയങ്കര സന്തോഷം. ഇപ്പം എന്താണ് ഇപ്പം വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ ആരൊക്കെയാണ്? ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ഇപ്പം ഭാര്യ, 3 പിള്ളേരാണ്, 2 ആണും 1 പെണ്ണ്. ജോലിയുള്ള കുട്ടികളാണോ? ചെറുതായിട്ട് 2 പേർക്കും ചെറിയ വരുമാനമുണ്ട്. പെങ്കൊച്ച് നേഴ്സിംഗ് പഠിക്കുന്നു. ഇവിടെയല്ല, ആന്ധ്രയിൽ. ഇപ്പം 4ാമത്തെ വർഷമാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം ചേട്ടനെ ഒരുപാട് പേര് തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. നാട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എന്താണ്? എങ്ങനെ? നാട്ടിലും ഉണ്ട്. എന്നാലും എനിക്ക് ശരിക്കും വെളിയിൽ നിന്നൊക്കെയാണ് ഒരുപാട് പേര് ഡെയിലി ഫോൺ കോൾ. വിദേശത്തു നിന്നാണെങ്കിലും വാട്സപ്പിൽ കോൾ ചെയ്യുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു. അങ്ങനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ട് നല്ലതായിരുന്നു, ഇനി ഇവിടെ വന്ന് കാണണമെന്നും പറഞ്ഞ് ഒരുപാട് പേര് വരുന്നു. ഇതൊക്കെ എന്താണ് ചേട്ടൻ്റെ അടുത്ത ഒരു ലക്ഷ്യം? എന്തുണ്ടാക്കാനാണ് ലക്ഷ്യം? ഒത്തിരി ഉണ്ട്. എനിക്കിപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട്, ഒരു ബുദ്ധൻ്റെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഉറപ്പ് പറയുകയല്ലെന്ന് പറഞ്ഞു. മുഖം ആയെങ്കിലും ഉള്ളു. ഞാൻ എല്ലാത്തിൻ്റെ മുഖമാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഇല്ല, നമ്മൾ ഈ 1 മാസം 1.5 മാസമൊക്കെ ഇരുന്ന് പണിതിട്ട് മുഖം ശരിയായില്ലെങ്കിൽ എൻ്റെ വർക്ക് മൊത്തം പോകും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുഖം റെഡിയാണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെ എന്നോട് പറയുന്നത്, ഇത് ചേട്ടാ ഉറപ്പായിട്ടും ആകും, ചേട്ടൻ ചെയ്തേക്കുന്ന വർക്കെല്ലാം നല്ലതാണ്. അപ്പം ഞാൻ ഒരു ഫോട്ടോ ഇട്ട് തരാം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത്ര ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഞാൻ മുഖമായാൽ ഞാൻ ഫോട്ടോ ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു പൈസയുടെ നോക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പൈസയല്ല, നമ്മൾ പൈസയെ നോക്കി ഒന്നും ചെയ്യരുത്, ആ ഒരു ഇതിലാണ്. എന്നാലേ ഉള്ളൂ. സഹായികളൊന്നും ഇല്ല ചേട്ടനിപ്പം? ഇതിനാരെ സഹായത്തിന് നിർത്താൻ പറ്റത്തില്ല. ഇപ്പം ശരിക്കും ഈ ചിരട്ടപ്പൊട്ടൊക്കെ ഉണ്ടാക്കി ഈ മാസം ഏകദേശം എങ്ങനെയാണ് ഒരു വരുമാനമൊക്കെ? അതൊക്കെ കണക്ക് കൂട്ടാൻ തുടങ്ങിയോ? അതൊന്നും ആയിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു ഇത് വേണ്ട. ഞാനിപ്പോൾ ഈ 2 വർഷമേ ഉള്ളൂ. അപ്പോൾ ഈ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ സാധനങ്ങൾ മുഴുവൻ ഇവിടെ ചുമ്മാ പൊടി പിടിച്ചിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ആവശ്യക്കാരൊക്കെ വന്നു. ഈ വീഡിയോ ഒക്കെ ഇറങ്ങിയപ്പോഴാണ് ആവശ്യക്കാർ വരുന്നത്. എനിക്കൊരു ദിവസം ഒരു ചിരട്ടപ്പൊട്ടാണെങ്കിലും കൊടുത്ത് അത് മതി, നമ്മൾ ആ ഇതിലങ്ങ് പോയാൽ മതി. ഒന്നുമില്ലാതെ ഇരുന്ന ഇതല്ലേ, വർഷങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് നമുക്കൊരു വരുമാനമില്ല. ഒരു സാധനം വിറ്റിട്ട് ഒരു പശ മേടിച്ച് അടുത്ത് ഉണ്ടാക്കാനായിട്ടുള്ള ഇതില്ലാതെ ഇരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ എന്തായാലും നാട്ടിൽ മൊത്തം ആൾക്കാർ ഏറ്റെടുത്തു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വർക്കുകൾ ചെയ്യാനായിട്ടും നമുക്കൊരു ഇതുണ്ട്. അതെ, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേന് ഒരുപാട് കളിയാക്കി കിട്ടിയതാണ്. അപ്പോൾ ഈ ചൂണ്ടനൂല് കെട്ടിയാൽ മതി, കെട്ടുകമ്പി വലിച്ചു കെട്ടാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കിയതാണ്. പക്ഷേ കളിയാക്കിയവർക്കുള്ള ഒരു മറുപടിയാണ് ഇത് ആ സൗണ്ട് കേട്ടപ്പം എനിക്കുണ്ടായത്. കലാകാരന്മാരെ കളിയാക്കരുത്, നല്ലതാണ് നല്ലതെന്ന് പറയുക, ഇല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ്, എന്നെ തന്നെയല്ല ഞാൻ മൊത്തത്തിലുള്ള കലാകാരന്മാരെ പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരു കളിയാക്കുന്നുണ്ട്, അവർക്ക് എന്ത് ഇത് കിട്ടാനായിട്ടാണ്. പക്ഷേ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് ചെറിയ സൗണ്ട് കേൾക്കും, ആ ഒരു ഇത് എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ശരിക്കും ഇത് കണ്ടിട്ട് ഇതിൻ്റെ ശ്രുതിയൊക്കെ ശരിയാണോ എന്ന് ചോദിച്ച് ചമ്പക്കര രാജേഷ് സാറ് ഇത് വായിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വായിച്ചിട്ട് എനിക്ക് വീഡിയോ ഇട്ട് തന്നു. പുള്ളിക്കും ഭയങ്കര സന്തോഷമായി. അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. ശരിക്കും അത്ഭുതമൊന്നുമല്ല ഈ സന്തോഷം ചെയ്യുന്നത്, ശരിക്കും മാന്ത്രികം തന്നെയാണ്. ചിരട്ടകൾ കൊണ്ട് മാന്ത്രികം തന്നെ തീർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട്. ഒരുപക്ഷെ പലരും അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും അദ്ദേഹം പിന്മാറിയില്ല. അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടിയിൽ ഓരോ വസ്തുക്കളും ഓരോ ഉപകരണങ്ങളും ഒക്കെ ഇപ്പോൾ സംഗീതത്തിൻ്റെ വയലിൻ വരെ ജനിക്കുകയാണ്. അത് പലരും അത് വായിച്ചു നോക്കി നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമമാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. ഒപ്പം ചെറിയൊരു വരുമാന മാർഗവുമായി മാറിയിരിക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.